കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം പലരെയും സ്നേഹിക്കാറുണ്ടെന്ന് അവകാശപ്പെടാറുണ്ട് അല്ലേ? എന്നാൽ ആ സ്നേഹം എത്രത്തോളം സത്യസന്ധമാണ്? പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നാണിത്: സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ എന്നത്. നിർവാജ്യം എന്ന വാക്കിനർത്ഥം കാപട്യമില്ലാത്തത് അല്ലെങ്കിൽ അഭിനയമില്ലാത്തത് എന്നാണ്. പുറമെ കാണിക്കുന്ന ഒരു പ്രകടനമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള സത്യസന്ധമായ സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിർവാജ്യമായ സ്നേഹം എന്താണെന്ന് യേശു നമുക്ക് കാണിച്ചു തരുന്നത് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലൂടെയാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് മുറിവേറ്റുകിടന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ വഴിയെ വന്ന പുരോഹിതനും ലേവ്യനും അവനെ അവഗണിച്ച് കടന്നുപോയി. അവർ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരും ന്യായപ്രമാണം അറിയുന്നവരുമായിരുന്നു. എന്നാൽ അവരുടെ സ്നേഹം വെറും വാക്കുകളിൽ മാത്രമായിരുന്നു. എന്നാൽ ഒരു ശമരിയക്കാരൻ അവിടെ എത്തിയപ്പോൾ അവനിലുണ്ടായത് നിർവാജ്യമായ സ്നേഹമാണ്. അവൻ ആ മനുഷ്യൻ്റെ മുറിവുകൾ കെട്ടിവെച്ചു, സ്വന്തം മൃഗത്തിന്മേൽ കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെയും ജാതി ഭേദമില്ലാതെയും അവൻ കാണിച്ച ആ കരുണയാണ് നിർവാജ്യമായ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണം. തിന്മയെ വെറുക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും അവൻ തയ്യാറായി. സ്നേഹം വെറും ഒരു വാക്കല്ല, അത് പ്രവൃത്തിയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാനും തിന്മയെ വെടിഞ്ഞ് നന്മയിൽ നിലനിൽക്കാനും നമുക്ക് കഴിയണം. അഭിനയമില്ലാത്ത സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പ്രകാശം പരത്തും. കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സ്നേഹത്തിൽ കാപട്യമുണ്ടാകാതെ ഞങ്ങൾ നിർവ്യാജ്യമായിരിക്കുവാൻ കൃപ നൽകണമേ. ലോകത്തിലെ തിന്മകളെ വെറുക്കുവാനും നന്മയിൽ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നല്ല ശമരിയക്കാരനെ പോലെ സഹായം ആവശ്യമുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.